നാസ്തിക ലോകത്ത് ഇപ്പം ഭയങ്കര ചർച്ചയുണ്ട്. അതായത് മുമ്പ് ഏതോ ഒരു പ്രോഗ്രാമിൽ നിരീശ്വരവാദ എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്തിരുന്നൊരു പുരുഷൻ ഞാൻ മുറിയെടുത്തിട്ടുണ്ട് വരുന്നോന്ന് അവിടെയുള്ളൊരു സ്ത്രീയോട് ചോദിച്ചു എന്നുള്ളത് ഇപ്പം ഈ അടുത്ത് ഭയങ്കര വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ വേറെ കുറേ അവരുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ പറയുന്നത് ഇങ്ങനെ സ്വതന്ത്ര ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന് പിന്നെ കൺസെൻറ്റ് തന്നിട്ടാണ് വന്നതെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല എന്നുള്ള നിലക്ക് അപ്പുറത്ത് കാണാണ്. അപ്പം വേറൊരു സൈഡിൽ നിന്ന് ട്രോളായിട്ട് വേറെ കുറേ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇങ്ങോട്ട് വരാൻ എന്തെങ്കിലുമൊക്കെ ഒരു 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 മോട്ടിവേഷൻ മോട്ടിവേഷൻ വേണമല്ലോ എന്നുള്ള നിലക്കൊക്കെ. അപ്പോൾ ഈ കൺസെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഒരാൾ കൺസെൻറ്റ് കൊടുക്കുന്നു എന്ന് പറയുമ്പം അതൊരു അല്ലെങ്കിൽ കൺസെൻറ്റ് എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് ഇപ്പോൾ കൺസെൻറ്റ് ചോദിക്കുക? വാചകത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതിലെ ആളുകൾക്ക് ഒരു പക്ഷേ ദഹിച്ചോളണം എന്നില്ല. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. മുറിയെടുത്തിട്ടുണ്ട് കൂടെ കിടക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പം അതൊരു പ്രശ്നമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ കൺസെൻറ്റ് ചോദിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇവരെന്നെ മറുപടി പറയേണ്ടതാണ് എങ്ങനെയൊക്കെ. അപ്പോൾ ഒരാൾ യുക്തിവാദിയായ അല്ലെങ്കിൽ ലിബറലായ രണ്ട് ആളുകൾ, അപ്പം അതിൽ ഒരാണ് ഒരു പെണ്ണിന് അതും വേറെ രസം കേട്ടോ. ഈ കൺസെൻറ്റ് ചോദിക്കുന്നത് എപ്പോഴും ആണായിരിക്കും, കൺസെൻറ്റ് കൊടുക്കേണ്ടത് എപ്പോഴും പെണ്ണുമായിരിക്കും. അതും അതിലൊരു ഒരു പിന്നെ കാരണം പെണ്ണെപ്പോഴും കൺസെൻറ്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ നിഷേധിക്കേണ്ട ആളാണ്, ആണെപ്പോഴും ചോദിക്കേണ്ട ആളാണ്. അവിടെ തന്നെ ആണിൻ്റെ ഒരു സെക്ഷൽ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ ചോദിക്കാന്നും കൂടിയും ഇവരൊന്ന് പറയണ്ടേ. അല്ല, അതിന് ഷർത്തും ഫർദും ഒക്കെ മുമ്പ് ആരോ ഒരു ചാർട്ടൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ കൺസെൻറ്റ് എങ്ങനെ ചോദിക്കാം, ആ ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ, അല്ല അവിടെ ഇങ്ങനെയാണ് ഒരു പ്രശ്നം കാണിച്ചെങ്കിൽ അത് ഒരു കുറേ ഫ്ലോ ചാർട്ട്, ഒരു ഭയങ്കര അൽഗോരിതാണ് അല്ലേ, കുറേ ഫ്ലോ ചാർട്ടൊക്കെ ഇതൊന്നും വേണ്ട പറഞ്ഞിട്ടാണല്ലോ ഒരു മതത്തിൽ നിന്ന് വിട്ടു വന്നത്. അതായത് മതം എന്ന് പറഞ്ഞാൽ വിവാഹം, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ അല്ലേ കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ചങ്ങലക്കെട്ടുകളുണ്ട്. അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് വന്നിട്ട് ഇവിടെ വേറെ കുറേ ഫിക്കും കാര്യങ്ങളൊക്കെ. ഈ കൺസെൻറ്റിൽ ഇങ്ങനെ പ്രശ്നം വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ യു കെയിൽ പിന്നെ NUS നാഷണൽ യൂണിയൻ ഓഫ് സ്റ്റുഡൻസ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഫ്രഷേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കൺസെൻറ്റിൽ എഡ്യൂക്കേറ്റ് ചെയ്യും. ഐ ഹേർട്ട് കൺസെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ ഉണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും ഫ്രഷേഴ്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ഐ ഹേർട്ട് കൺസെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് അവർ പറയുന്നത് ഒരു പോസിറ്റീവ് കൺസെൻറ്റ് കൾച്ചർ ഉണ്ടാക്കാനാണ്. അപ്പോൾ കൺസെൻറ്റ് കൊണ്ട് ആർക്കും എന്ത് ചെയ്യരുത്, പ്രശ്നം വരരുത്. നമ്മൾ ഞാൻ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല, ഞാൻ കൊടുത്തതാണ്, അല്ലെങ്കിൽ എന്നോട് എന്തിനാണ് ചോദിച്ചത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഉണ്ടാവാതിരിക്കാൻ. കൺസെൻറ്റ് ചോദിക്കാൻ ആർക്കും റൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും മറ്റേ ആൾക്കും റൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് കൺസെൻറ്റ് കൾച്ചർ കുട്ടികൾക്കിടയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊന്ന്, ഇപ്പോൾ US യൂണിവേഴ്സിറ്റികളിൽ ഇവർ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. കിറ്റ് എന്ന് വെച്ചാൽ ഒരു കൺസെൻറ്റ് കിറ്റ്, ഒരു ചെറിയൊരു ഇത്ര വലിപ്പമുള്ള ഒരു ചെറിയ കിറ്റാണ്. ഇങ്ങനെ അതിൻ്റെ 2 കയറുണ്ട്, അത് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പറുണ്ട്, ഒരു എഗ്രിമെൻ്റാണ്, ഒരു ചെറിയ കാർഡാണ്. ആ കാർഡിൽ 2 ഡാഷ് ഉണ്ട്, 2 ഡാഷ്. എന്നിട്ട് പിന്നെ ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ മാറ്റർ. വി ആർ എഗ്രീഡ് ടു ഹാവ് സെക്സ് വിത്ത് കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അടിയിൽ 2 ആളെയും ഒപ്പിടാൻ, കരാറൊക്കെ എഴുതി, കരാറ് എഴുതി ഒപ്പിടാൻ. നമ്മൾ നിക്കാഹ് കഴിക്കണ മാതിരിയാണ്. അപ്പോൾ 2 ആൾ ഒപ്പിട്ടിട്ട് എന്നിട്ട് ഈ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പേനുണ്ട്. കാരണം ഇനിയിപ്പോൾ എങ്ങനെ പ്രിപ്പയർഡ് അല്ലെങ്കിലും ഇനിയിപ്പോൾ ഏത് അവസരത്തിലും പെട്ടെന്ന് വേണ്ടി വന്നാൽ ഇപ്പോൾ പേൻ എടുത്തിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ പേനുണ്ട്, പിന്നെ എഗ്രിമെൻ്റ് ഉണ്ട്, പിന്നെ ഒരു കോണ്ടുണ്ട് അതിൽ, പിന്നെ മിൻ്റ് ഉണ്ട്. വയലിന് കാരണം ഇപ്പോൾ നമ്മൾ ലിപ് ലോക്കും പിന്നെ ഓറൽ സെക്സും ഒക്കെ കഴിഞ്ഞാലും മിൻ്റൊക്കെ ഇട്ടൊന്ന് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാം വരാമെന്നുള്ള നിലക്ക് 2 പേർക്കുള്ള ഓരോ മിൻറ്റും ഉണ്ട്. അങ്ങനെ ഒരു കിറ്റാണ്. $1.99 ഒരു കിറ്റിൻ്റെ വില. അപ്പോൾ ഇത് ഭയങ്കര ക്യാമ്പയിനിങ് ആണ് US യൂണിവേഴ്സിറ്റികളിലൊക്കെ. അപ്പോൾ എന്തിനാ വെച്ചാൽ ഇത് ഈ പിന്നെ ഈ കൺസെൻറ്റ് കിറ്റ്, ഈ ലെറ്റർ സൈൻ ചെയ്തവർ 2 ആളും എന്ത് ചെയ്യണം, ഇത് പിടിച്ച് നിന്നിട്ടൊരു ഫോട്ടോയും കൂടി എടുക്കണം. കാരണം ഇനി നാളെ ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, ഒരു പരാതി ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കൺസെൻറ്റ് കൾച്ചർ. പിന്നെ അതാണ്, ഈ പെൺകുട്ടിയാണ് എപ്പോഴും കൺസെൻറ്റ് കൊടുക്കേണ്ട ആൾ. ഈ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് ഇവളെ ഈ കൺസെൻറ്റ് കൾച്ചർ ഉണ്ടാക്കി ഓറിയൻറ്റേഷൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് നമുക്ക് വെസ്റ്റേൺ കൾച്ചറിലൊക്കെ കാണാം. മിക്കവാറും ഈ കൺസെൻറ്റ് കിറ്റ് ചിലപ്പോൾ ഒരു അടുത്ത 2 കൊല്ലം കൊണ്ട് മാരായസിലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കൾച്ചർ പെൺകുട്ടികൾ ഉണ്ടായിക്കൊണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാഷ്വൽ സെക്സിനോട് ഒരിക്കലും പെണ്ണിന് അങ്ങോട്ട് എഗ്രി ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ പിന്നെ നമ്മളൊരു ഫേമസ് ആയ ഡേറ്റിംഗ് ആപ്പ് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നോക്കാം, ഭയങ്കര സ്മൂത്ത് ഇൻ്റർഫേസാണ്, നല്ല സ്വൈപ്പ് ചെയ്ത്. അതെ. അപ്പോൾ അതിൽ നമുക്കെന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമ്മളെ മുമ്പിൽ പ്രൊഫൈൽ വരും, നമ്മൾ ആരെയാണോ സീക്ക് ചെയ്യണത്. ഇപ്പോൾ ഞാൻ മെന്നാണ്, ഞാൻ വിമണെ സീക്ക് ചെയ്യുന്നത്, ഇത്ര ഏജിൻ്റെ ഉള്ളിലുള്ള നടിച്ചാൽ പിന്നെ നമ്മൾ ഇത് തുറക്കുമ്പോൾ തന്നെ കുറേ പ്രൊഫൈലാണ് വരിക, ഫോട്ടോ. അപ്പോൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നോ എന്നാണ്, റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ എസ് എന്നാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ഡേറ്റിങ്ങിന്. അപ്പോൾ ഇതിൽ നടത്തിയൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ ടിൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ ഒരു 100 സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിൽ 90+ഉം 90 അല്ല 95+ഉം അവർ ലെഫ്റ്റിലേക്കാണ് സ്വൈപ്പ് ചെയ്യുന്നത്. ഒരു പുരുഷൻ ടിൻഡർ ആപ്പ് തുറക്കുമ്പോൾ 99ഉം റൈറ്റിലേക്കാണ് സ്വൈപ്പ് ചെയ്യണത്. കാരണം ഇവൻ ആരെങ്കിലും കിട്ടിയാൽ മതി, ആരെങ്കിലും കിട്ടിയാൽ ഒരു സ്ട്രേഞ്ച് സെക്സ് അല്ലെങ്കിൽ ഒരു കാഷ്വൽ സെക്സ് മതി. ഒരു പെണ്ണൊരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല സത്യത്തിൽ. കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള. പിന്നെ ഈ കൺസെൻറ്റ് പറയുമ്പം കൺസെൻറ്റിൻ്റെ ഷർത്തും ഫറം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് കൺസെൻറ്റ് വാങ്ങുക എന്നുള്ളടത്ത് 4-5 കാര്യങ്ങൾ സാധാരണ പറയാറുണ്ട്. ഫ്രൈസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന പോലെ സ്വതന്ത്രമായിരിക്കണം ഒന്നാമത്. രണ്ടാമത് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്, എങ്ങനെയാണ് ഇത് തിരിച്ചെടുക്കുക എന്നുള്ളിടത്തൊക്കെ. പിന്നെ മൂന്നാമത് അവർ പറയുന്നത് പൂർണ്ണമായ അറിവോടെ ആയിരിക്കണം. അതായത് ഒരാൾ ഇപ്പോൾ കള്ളു കുടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ, ഒരു ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പം കൊടുത്ത കൺസെൻറ്റിന് വാലിഡിറ്റി ഇല്ല. 4 പറയുന്നത് പൂർണ്ണമായ താല്പര്യത്തോടു കൂടിയായിരിക്കണം എന്നുള്ളതാണ്. അത് പിന്നെ 5ാമത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ കൃത്യമായിരിക്കണം. എന്താണ് പിന്നീട് പറയാൻ പാടില്ല ഞാൻ കൺസെൻറ്റ് ആയിരുന്നില്ല കൊടുത്തതെന്നൊക്കെ. അപ്പോൾ ഇത് പറയുന്നിടത്ത് നമ്മൾ ഈ പൂർണ്ണമായ താല്പര്യം അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയമൊക്കെ പറയുമ്പം ഇന്ന് നമ്മൾ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സെക്സ് വർക്ക് എന്നൊക്കെ പറയുന്നിടത്ത് ആക്ച്വലി അത് ഇപ്പം ലിബറൽസ് ആണെങ്കിലും ഒക്കെ സെക്സ് വർക്ക് ഈസ് റിയൽ വർക്ക് എന്ന് പറയുന്നിടത്ത് അതിൽ ശരിക്കും കൺസെൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇവർ പറയുന്നത് അത് കൺസെൻ്റ് ആണെന്ന്. പക്ഷേ പിന്നെ സത്യത്തിൽ ഞാൻ കുറേ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് നേരിട്ട് സംസാരിച്ചാണ്. പിന്നെ അവരുടെ പിന്നെ ലൈഫുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്ന പലരും അവർ ട്രാപ്പഡാണ് സത്യത്തിൽ. അവർക്കൊരു എന്തെങ്കിലും സാധ്യത കിട്ടിയാൽ ഈ ജോലി നിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ സ്വയം സന്നദ്ധരായിട്ടൊന്നും വന്നതല്ല, പലരും പല രൂപത്തിൽ ട്രാപ്പഡായിട്ട് വന്നതാണ്. അവരുടെ പലരെയും വീട്ടിൽ അറിയില്ല അവർ ഇങ്ങനത്തെ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് പിന്നെ റേപ്പിന് തുല്യമാണ്. കാരണം റേപ്പ് എന്ന് പറഞ്ഞാൽ റേപ്പിൽ കൺസെൻ്റ് ഇല്ല, 1. 2 റേപ്പിൽ പിന്നെ 2-ൽ ഒരാൾക്ക് മാത്രമേ സെക്ഷലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളൂ, പ്ലഷർ ഒരാൾക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷനിൽ നോക്കി, പ്രോസ്റ്റിറ്റ്യൂഷനിൽ സത്യത്തിൽ കൺസെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫോഴ്സ്ഡ് ആണ്. അതിന് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഇക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. രണ്ടാമത്തത് അതിൽ പ്ലഷർ 1 സൈഡഡ് ആണ്. അതിൽ 2 ആൾക്കും പ്ലഷർ ഇല്ല. ഈ പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ സെക്സ് വർക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. സെക്സ് വർക്കിന് നിൽക്കുന്ന പെണ്ണിന് ഒരിക്കലും അവളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലഷർ, സെക്ഷൽ പ്ലഷർ മെക്കാനിക്കൽ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും റേപ്പിന് തുല്യമാണ് സത്യത്തിൽ അവിടെ നടക്കുന്ന സംഗതി. അവിടെ ഒരു കൺസെൻറ്റോ കാര്യം ഒന്നുമില്ല. എങ്ങനെയാണ് ഇവരതിനെ ന്യായീകരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല. മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ആണ് ആക്ച്വലി അവിടെ വരുന്നുള്ളത്. പിന്നെ ഇത് വെസ്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു പിന്നെ കൺസെൻറ്റ് കിറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വെസ്റ്റിന് ഇങ്ങനെ ഒരു സൈഡിൽ കാണുമ്പം അതേ വെസ്റ്റിൽ തന്നെ ഈ ട്രാഡ് വൈഫ് ഫിനോമിന പോലെയുള്ള കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ മൂല്യബോധങ്ങളുള്ള അല്ലെങ്കിൽ ഒരു മതം ഒരുപക്ഷെ മതത്തെ അവർക്ക് എംബ്രേസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അങ്ങനെയുള്ള കുറച്ച് രീതിയിലേക്കുള്ളൊരു ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്, പ്രത്യേകിച്ച് 40 കഴിഞ്ഞ ആളുകൾക്കിടയിൽ. കാരണം സ്ത്രീകൾക്ക് സത്യത്തിൽ ഇവർ ഒരു സിംഗിൾ ലൈഫിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഡേറ്റിംഗ് കൾച്ചറിൽ പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് പല സമയത്ത് പല പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് പോകുമ്പോഴും ഒരു ലോങ് ടേം കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ആഫ്റ്റർ 40-ൽ സ്ത്രീകൾ വ്യാപകമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ കുറേ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. 40 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പിന്നെ ഒരു കമ്മിറ്റഡായ ഒരു ഹസ്ബൻഡിനെ, ഒരു പാർട്ട്ണറെ എന്നല്ല, ഒരു ഹസ്ബൻഡിനെ തേടി നടക്കുന്ന കുറേ റിപ്പോർട്ടുകളുണ്ട് പല രൂപത്തിൽ. അപ്പോൾ ഇവരെന്താ വെച്ചാൽ 40 ആകുമ്പോഴത്തേക്കും ഇവരൊരു മെനപ്പോസിൻ്റെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ സത്യത്തിലൊരു ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ ഇമോഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞാൽ അത് വല്ലാത്തൊരു ദാഹമാണ്. അത് പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഫ്രസ്ട്രേഷൻസും ടെൻഷൻസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്കൊരാളെ തന്നെ വേണം. അപ്പോൾ അത് അവർ ആ സമയത്ത് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ആ സമയത്തേക്ക് പിന്നീട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മേറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഒരു പെണ്ണിന് കുറേ മേറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്, പുരുഷന് കുറേ മേറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. മേറ്റിംഗ് സ്ട്രാറ്റജി എനിക്ക് വേണമെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട്
പിന്നെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം, മൾട്ടിപ്പിൾ പാർട്ട്ണർ. അങ്ങനെ പുരുഷനത് പറ്റുന്നുള്ളതാണ്. പുരുഷന് പോളിഗമസ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് പറ്റും. കാരണം എല്ലാവരുമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്വാളിറ്റേറ്റീവ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ കഴിയും. പെണ്ണിനെ സംബന്ധിച്ച് മോണോഗമസ് ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം ഒരാളുടെ അടുത്ത് മാത്രമാണ് ക്വാളിറ്റേറ്റീവായിട്ട് ഇത് കഴിയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കാഷ്വൽ സെക്സ് എന്നുള്ളൊരു സ്ട്രാറ്റജിയിൽ പോകാം, കമ്മിറ്റഡ് സെക്സ് എന്നുള്ള സ്ട്രാറ്റജിയിൽ പോകാം. ഒരു പെണ്ണിനും ഇതിൽ ഏത് സ്ട്രാറ്റജിയിലും ഒക്കെ ഇന്നത്തെ കാലത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മേറ്റിംഗ് സ്ട്രാറ്റജി ഏതാണെന്ന് ചോദിച്ചാൽ അത് സിംഗിൾ മോണോഗമസ് ആയിട്ടുള്ള മാരേജ് റിലേഷൻഷിപ്പാണ്. അവന് സത്യത്തിൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം അവൻ്റെ മുമ്പിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇട്ട് കൊടുക്കുകയാണ് സത്യത്തിൽ ലിബറൽ ഫെമിനിസം ചെയ്യണത്.